പത്രിക പൂരിപ്പിച്ചതിൽ പിഴവ് കണ്ടെത്തിയതിനെ തുടർന്ന് എറണാകുളത്ത് UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി LC ജോർജിന്റെ പത്രികയാണ് തള്ളിയത്. നിലവിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് LC. ജില്ലാ പഞ്ചായത്ത് കടമക്കുടി ഡിവിഷനിൽ UDFന് ഇതോടെ സ്ഥാനാർത്ഥി ഇല്ലാതായി. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വീണ്ടും UDFന് തിരിച്ചടി. പത്രിക പൂരിപ്പിച്ചതിൽ പിഴവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് എറണാകുളത്ത് UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയിരിക്കുന്നത് നിലവിൽ. അതെ രോഹിണി, സൂക്ഷ്മ പരിശോധന പൂർത്തീകരിച്ചപ്പോൾ UDFന് തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക, അതായത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് കടമക്കുടി ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് LC ജോർജിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയിട്ടുണ്ട്. പത്രിക പൂരിപ്പിച്ചതിലെ പിഴവാണ് കാരണം. അതായത് 3 സെറ്റ് പത്രികകൾ സമർപ്പിച്ചിരുന്നു. ആ 3 സെറ്റിലും ഡിവിഷന് പുറത്തുള്ള വോട്ടറാണ് ഇവരെ നിർദ്ദേശം ചെയ്തുകൊണ്ട് ഒപ്പിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പത്രികകൾ 3 തള്ളിയിട്ടുള്ളത്. ഡമ്മി സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ് UDFനെ സംബന്ധിച്ച് പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടമക്കുടി ഡിവിഷനിൽ UDFന് സ്ഥാനാർത്ഥി ഉണ്ടാകില്ല. LDFും NDAയും തമ്മിലായിരിക്കും പ്രധാനമായിട്ടും മത്സരം. UDFന്റെ ഉറച്ച ഡിവിഷൻ എന്ന് പറയപ്പെടുന്ന ഒരു ഡിവിഷനാണ് കടമക്കുടി. കാരണം ഇത്തവണത്തെ വാർഡ് വിഭജനത്തോടനുബന്ധിച്ചാണ് കടമക്കുടി പുതിയ ഡിവിഷൻ രൂപീകരിച്ചത്. നേരത്തെ 27 ഡിവിഷൻ മാത്രമായിരുന്നു ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ 28ആയി മാറി. 156 സ്ഥാനാർത്ഥികളായിരുന്നു നാമനിർദ്ദേശ പത്രിക നൽകിയത്. എന്തായാലും UDFനെ സംബന്ധിച്ച് ഏറെ തിരിച്ചടി നൽകുന്നുണ്ട്. പക്ഷേ NDAക്ക് ഇത് പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം NDA സംബന്ധിച്ച് ഏറെ വിജയസാധ്യത നൽകുന്ന ഒരു ഡിവിഷനാണ് കടമക്കുടി എന്നാണ് പറയപ്പെടുന്നത്. കാരണം വലിയ രീതിയിൽ വോട്ട് വിഹിതം ആ ഭാഗങ്ങളിലൊക്കെ തന്നെയുണ്ട്. ചേരാനല്ലൂർ ഭാഗങ്ങളിലൊക്കെ തന്നെയുണ്ട്. ചേരാനല്ലൂർ ഭാഗം കടമക്കുടി ഡിവിഷന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് തങ്ങളുടെ വിജയത്തിന് കൂടുതൽ മുതൽക്കൂട്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ BJP നേതാക്കൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. NDAയുടെ രചന പ്രദീപും LDFന്റെ മേരി വിൻസെന്റും തമ്മിലാണ് ഇനി പ്രധാനമായും മത്സരമുണ്ടാവുക. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. നാമനിർദ്ദേശ പത്രികയിൽ സ്ഥാനാർത്ഥിയെ പിന്തുണച്ച ആളുടെ ഒപ്പിനെ ചൊല്ലി CPM 2020 പ്രവർത്തകർ തമ്മിൽ സംഘർഷം. സൂക്ഷ്മ പരിശോധനയ്ക്കിടെയായിരുന്നു കയ്യാങ്കളി. മാള പഞ്ചായത്ത് 1-ാം വാർഡിലെ 2020 സ്ഥാനാർത്ഥി സന്തോഷ് പയ്യാക്കലിന്റെ നാമനിർദ്ദേശ പത്രികയിലാണ് കള്ള ഒപ്പിട്ടതായി ആരോപണം ഉയർന്നത്. പിന്തുണച്ചതായി രേഖപ്പെടുത്തിയ മല്ലിക തന്റെ ഒപ്പല്ലെന്ന് വ്യക്തമാക്കിയതിനെ തുടർന്നായിരുന്നു സംഘർഷം. അതേസമയം മല്ലിക CPM അനുഭാവിയാണെന്നും ഭീഷണി മൂലം നിലപാട് മാറിയതാണെന്നും 2020 ആരോപിച്ചു. സാനു K സജീവ് ചേരുന്നു. സാനു, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? രോഹിണി, എന്തായാലും ഈ മാളയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിയപ്പോൾ തന്നെ അവിടെ 2020യും ഒപ്പം തന്നെ CPMുമായിട്ട് ചില അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. ആ അസ്വാരസ്യങ്ങളുടെ തുടർക്കഥ എന്നുള്ളതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ. അതായത് ഈ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ട്, അതായത് കള്ളയൊപ്പ് 2020 ഇട്ടു എന്നാരോപിച്ചുകൊണ്ടാണ് CPM പ്രവർത്തകർ അവിടെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് 2020യുടെ നിയോജക മണ്ഡലം പ്രസിഡന്റിന് നേരെ പോലും അക്രമം അഴിച്ചുവിടുന്ന അല്ലെങ്കിൽ തടയുന്ന രീതിയിലേക്ക് ഓഫീസിന് മുന്നിൽ കയ്യാങ്കളി മാറി. അതായത് മല്ലിക എന്ന് പറയുന്ന സ്ത്രീയാണ് അവിടുത്തെ 2020 സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടിരുന്നത്. പിന്നീട് ആ ഒപ്പ് മാറ്റി കള്ളയൊപ്പാണ് എന്നൊരു ആരോപണവുമായിട്ട് CPM രംഗത്ത് വരികയായിരുന്നു. അതിനെ തിരിച്ചടിച്ചുകൊണ്ട്, അതായത് ഈ മല്ലിക എന്ന് പറയുന്ന സ്ത്രീ CPMന്റെ നോമിനിയാണെന്നും അല്ലെങ്കിൽ CPMന്റെ സജീവ പ്രവർത്തകയായിരുന്നെന്നും CPMന്റെ ഭീഷണിയെ തുടർന്നാണ് അവർ ഈ കള്ളയൊപ്പ് വ്യാജ ആരോപണവുമായിട്ട് അല്ലെങ്കിൽ താൻ ഒപ്പിട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതെന്നായിരുന്നു. എന്തായാലും ഈ 2020യുടെ ഭാഗത്തു നിന്നും CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പരസ്പരം ഉള്ള ആരോപണങ്ങൾ, എന്തായാലും ഇതിനെ തുടർന്ന് പോലീസ് അടക്കം എത്തിയാണ് അവിടെ സ്ഥിതി ശാന്തമാക്കിയത്. നിലവിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPMും ഒപ്പം തന്നെ 2020യുമായിട്ട് കൊമ്പ് കോർക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടം മുതലേ സംഘർഷമുണ്ടായിരുന്നു. പോസ്റ്ററുകൾ അടക്കം കീറുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ പ്രചരണത്തിനിടയിൽ പോലും സംഘർഷം സൃഷ്ടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. എന്തായാലും ഈ ആരോപണങ്ങൾ പരസ്പരം ഉന്നയിക്കുകയും പോലീസ് ഇടപെട്ടാണ് സ്ഥിതി ശാന്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, സാനു K സജീവാണ് വിവരങ്ങൾ നൽകിയത്.